ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം റിലീസായി ഇന്ന് ആഗസ്റ്റ് 28 വ്യാഴാഴ്ച 2 മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. മോഹൻലാൽ നായകനായി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വം എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. സോനു ടി.പി തിരക്കഥെഴുതിയ ഈ സിനിമയിൽ മാളവിക മോഹൻ, സംഗീത് പ്രതാപ്, സംഗീത, സിദ്ദീഖ്, ജനാർദ്ദനൻ, ലാലു അലക്സ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ കേരളത്തിൽ 1,61 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോൾ 3-3.5 കോടി റേഞ്ചിൽ കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുക്കാനാണ് സാധ്യത. ഫസ്റ്റ് ഡേ വേൾഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 7 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ഹൃദയപൂർവ്വം എന്ന ഈ മോഹൻലാൽ ചിത്രത്തിന് ബുക്ക് മൈ ഷോ വഴി നിലവിൽ 5,500 ടിക്കറ്റാണ് മണിക്കൂറിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തിയേറ്ററിലെത്തി രണ്ടാമത്തെ മലയാള സിനിമ ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ലോക യൂണിവേഴ്സിലെ ചാപ്റ്റർ 1 ആയ ചന്ദ്രയാണ്. കല്യാണി, പ്രിയദർശൻ, നസ്ലേൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ഹെവി പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമ ഇപ്പോൾ മണിക്കൂറിൽ 10,000-ഓളം ടിക്കറ്റാണ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ കേരളത്തിൽ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിലൂടെ 79 ലക്ഷം രൂപയാണ് നേടിയെടുത്തതെങ്കിൽ ആദ്യ ദിവസം കേരള കളക്ഷനായി ഈ സിനിമ പ്രതീക്ഷിക്കുന്നത് 3 കോടി റേഞ്ചിലാണ്. വിദേശ കളക്ഷൻ ഉൾപ്പെടെ ഈ സിനിമ ആദ്യ ദിവസം 6 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓണച്ചിത്രങ്ങളിൽ മികച്ച കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ലോക നിലനിർത്തുന്നത്. അതേസമയം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുമായി ബന്ധപ്പെട്ട കളക്ഷൻ അപ്ഡേറ്റിലേക്ക് വന്നാൽ അർജുൻ അശോകൻ നായകനെ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 1 തിയേറ്ററിലെത്തിയ ഹൊറർ കോമഡി എന്റർടൈനർ സിനിമയായ സുമതി വളവ് ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 14,75,000 രൂപയായിരുന്നു. ആദ്യ 27 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 20,23 ലക്ഷം രൂപയാണ്. അതേസമയം 28-ാം ദിവസമായ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ 8 ലക്ഷം റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 27 ദിവസം കൊണ്ട് 20,31 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 27,50 ലക്ഷത്തിന് മുകളിലുമാണ്. അർജുൻ അശോകൻ നായകനെ അനിൽകുമാർ സംവിധാനം ചെയ്ത തലവര എന്ന സിനിമ ഓഗസ്റ്റ് 22-നാണ് തിയേറ്ററിലെത്തിയത്. ഈ സിനിമ 6-ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 27,50,000 രൂപയായിരുന്നു. ആദ്യ 6 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 1,80 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം 7-ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 16 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 7 ദിവസം കൊണ്ട് 1,96 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. രജനീകാന്ത് നായകനായി ലോകേഷ് കനകരാജ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത കൂലി എന്ന സിനിമ 14-ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 15,40,000 രൂപയാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ 14 ദിവസം കൊണ്ട് 24,90 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 15-ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയോടെ കേരളത്തിൽ 25 കോടി റേഞ്ചിൽ എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ 14 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ 137,20 ലക്ഷം രൂപയും കർണാടക കളക്ഷൻ 43,80 ലക്ഷം രൂപയുമാണ്. ആന്ധ്ര തെലങ്കാന കളക്ഷൻ 66,40 ലക്ഷം രൂപയും ഹിന്ദി മേഖലാ കളക്ഷൻ 46,95 ലക്ഷം രൂപയുമാണ്. 14 ദിവസം കൊണ്ട് 318,90 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. വിദേശ കളക്ഷനായി 176,10 ലക്ഷം ഉൾപ്പെടെ 495 കോടി രൂപ ലോകമെമ്പാടുമായി 14 ദിവസം കൊണ്ട് സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ഓംബാലെ ഫിലിംസ് നിർമ്മിച്ച അശ്വിൻ കുമാർ സംവിധാനം ചെയ്ത മഹാവതാർ നരസിംഹയുടെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 34 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 282,15 ലക്ഷം രൂപയും വിദേശ കളക്ഷനായി 26,10 ലക്ഷം രൂപയുമാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ടോട്ടൽ 308,25 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 34 ദിവസത്തെ വേൾഡ് ഗ്രോസ് കളക്ഷൻ. ഓണച്ചിത്രങ്ങളായി നാളെ വെള്ളിയാഴ്ച കൂടുതൽ ചിത്രങ്ങൾ തിയേറ്ററിലെത്തുന്നുണ്ട്. അപ്പോൾ ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.